മൂന്നാറിലേക്ക് എത്തിയിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മൂന്നാർ വന്നത്. നമ്മുടെ ചാനലിൻ്റെ അകത്ത് മൂന്നാറിൻ്റെ വിശേഷങ്ങളൊന്നും ഏതാണ്ട് ഒരു 5-8 മാസമായിട്ടില്ലായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി ഡാം വന്ന്, മാട്ടുപ്പെട്ടി ഡാമിൽ നിന്ന് കുണ്ടള ഡാം വന്ന്, കുണ്ടള ഡാമിൻ്റെ അവിടുന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്ററൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് നിൽക്കുന്നത്. ഇതുണ്ടോ, എൻ്റെ ബൈക്കുണ്ടോ? യെസ്, എല്ലപ്പെട്ടി ഗ്രാമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലപ്പെട്ടി ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പുതിയ ഈ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. മലനിരകളുടെ സൗന്ദര്യം കൊണ്ട് വശ്യമായ ഒരു ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. യെസ്, എല്ലപ്പെട്ടി. നമ്മൾ മൂന്നാറിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ മാറിയുള്ള എല്ലപ്പെട്ടി ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ. നമ്മുടെ യാത്ര ആരംഭിച്ചത് മൂന്നാറിൽ നിന്നാണെങ്കിലും നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്തത് നമ്മുടെ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള സുന്ദരമായിട്ടുള്ള കുറേ ദൃശ്യ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് യാത്ര കണ്ട് തുടരുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് മാട്ടുപ്പെട്ടി, കുണ്ടള ഡാം, എല്ലപ്പെട്ടി, ടോപ്പ് സ്റ്റേഷൻ, വട്ടപ്പാറ, ആ റൂട്ടിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് മാട്ടുപ്പെട്ടി കുണ്ടള ഡാം റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുണ്ടള ഡാമിലേക്ക് തിരിഞ്ഞു പോകാനുള്ള വഴിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പിന്നീടൊരു ദിവസം ഡാമിൽ ഇറങ്ങുന്നതാണ്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ പോകുമ്പോൾ ധാരാളം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ നമുക്കുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് കാഴ്ചകൾ കാണുന്ന ഒരു മനോഹര കാഴ്ചയും കൂടിയുണ്ട്. ശരിക്കും മാട്ടുപ്പെട്ടി ഡാം വരെയായിരുന്നു എൻ്റെ യാത്രയിൽ തിരക്കുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ വഴിയൊക്കെ ഫ്രീ ആയിരുന്നു. എന്ന് പറയുന്ന ഒരു മാസ്മരിക ലോകമാണ്, ഒരു തരം മാജിക് ലാൻഡ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. നമ്മൾ കടന്നു പോകുന്ന വഴിയൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം ആ മലനിരകളും അതിൻ്റെ ദൃശ്യചാരുതയും അതിൻ്റെ സൈഡിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കടകളും ഒക്കെ എത്ര ഭംഗിയാണ് നൽകുന്നത് അല്ലേ. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു തേയില പ്ലാന്റേഷനുള്ള ഒരു സ്ഥലത്ത് ഞാൻ വണ്ടി നിർത്തി കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ആദ്യം ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത് എല്ലപ്പെട്ടിക്ക് തൊട്ട് മുമ്പുള്ള ചെണ്ടുപര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ വണ്ടിയൊക്കെ നിർത്തി. ഇവിടെ വണ്ടിയൊക്കെ നിർത്തുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കടകളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട്, അതുപോലെ തന്നെ നമുക്ക് ബേബി പൊട്ടറ്റോ എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നാണ് ഈ കടയിൽ നിന്ന് ഞാനൊരു നാരങ്ങവെള്ളമൊക്കെ കുടിച്ചിട്ടോ, നല്ല ദാഹം ഉണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ബേബി പൊട്ടറ്റോ എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. നമ്മൾ എല്ലപ്പെട്ടി ഗ്രാമം കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലപ്പെട്ടിക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഈ ചണ്ടുവര ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് താഴെ കുറേ കൃഷിപ്പാടങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി നമുക്ക് ചെറിയ ഡ്രോൺ വർക്കൊക്കെ നടത്തിയിട്ട് നേരെ എല്ലപ്പെട്ടി ഗ്രാമം കാണാൻ വേണ്ടി പോകാം കേട്ടോ. എൻ്റെ പൊന്നെ, എന്ത് രസമെന്ന് നോക്കി. താഴെ ഫുള്ള് കൃഷിയിടങ്ങളാണ്. അവിടെ ക്യാബേജൊക്കെ നട്ട് ഇങ്ങനെ വിളവെടുക്കാറായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ താഴെ എല്ലാം വിളകൾക്ക് വേണ്ടി ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു മേഖല ഉണ്ടോ, ഇതാണ് എല്ലപ്പെട്ടി. എല്ലപ്പെട്ടിയിലുള്ള ഒരു ടീ ഫാക്ടറിയാണ്. ശരിക്കും ഇത് ചെണ്ടുവരയെന്നും അറിയപ്പെടും കേട്ടോ. അപ്പോൾ അവിടെ ടീ ഫാക്ടറിയിൽ നല്ല തേയിലയൊക്കെ ഇങ്ങനെ അരച്ചെടുക്കണതിൻ്റെ നല്ല സ്മെല്ലൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. ആ മലയൊക്കെ കണ്ടോ, എന്ത് രസമല്ലേ. ഇതൊക്കെ ശരിക്കും നമ്മുടെ തമിഴ്നാട് ബോർഡറായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മൾ ആദ്യം നിന്ന് ആ ഒരു ചെറിയ ഗ്രാമീണ കാഴ്ചകളിൽ നിന്ന് നമ്മൾ വീണ്ടും മെയിൻ റോഡിലേക്ക് കയറി യാത്ര തുടരുകയാണ്. നമ്മൾ ഇനി പോകുന്ന വഴിക്ക് നമുക്ക് കുറേ അധികം കാഴ്ചകൾ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇവിടെ ഒരു പള്ളിയുണ്ട്, ഗുഡ് ഷെപ്പേർഡ് CSI ചർച്ച് എല്ലപ്പെട്ടി എന്ന് പറയുന്ന ഒരു മനോഹരമായിരിക്കുന്ന ഒരു CSI ചർച്ചിൻ്റെ കാഴ്ചയാണ് കേട്ടോ. ഒരു ഗംഭീര കാഴ്ച നമുക്ക് പറയാൻ പറ്റും. നമ്മൾ പോകുന്ന വഴി സൈഡിൽ നിന്നാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ മലനിരകൾ കണ്ടോ, അതിൻ്റെ പച്ചപ്പ് കണ്ടോ, എൻ്റെ പൊന്നെ എന്തൊരു ബ്യൂട്ടിയാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വീണ്ടും യാത്ര ചെയ്യുകയാണ് കേട്ടോ. യാത്ര തുടരുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും.
നമ്മൾ മുമ്പ് കണ്ട CSI പള്ളിയിലെ ആ പള്ളിയുടെ അവിടുന്ന് ഏതാണ്ട് ഒരു 300 മീറ്റർ കൂടെ മാറി കഴിയുമ്പോൾ ഈ ഗ്രാമത്തിലെ ഒരു സ്കൂൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സ്കൂളിൻ്റെ ചുറ്റുപാട് നല്ല തേയിലക്കാടുമാണ്, അടിപൊളി കാഴ്ചകളുമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു വഴി ഉണ്ടല്ല, ഈ വഴി നമ്മൾ ആദ്യം കേട്ട ആ ഫാക്ടറിയിലെ ടീ ഫാക്ടറി അങ്ങോട്ട് തന്നെ പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സ്കൂള്, ഗവൺമെൻറ് ഹൈസ്കൂൾ എല്ലപ്പെട്ടി എന്നാണ് ഈ സ്കൂളിൻ്റെ പേര്. ഇത് 1985 സ്ഥാപിതമായിരിക്കുന്ന ഒരു സ്കൂളാണ് കേട്ടോ. ഞാനിന്ന് ഗ്ലാസ് വെച്ചങ്ങനെ വേറെ ഒന്നുമല്ല, കണ്ണിനൊരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ, വേറുമല്ല. നല്ല ചൂടാണ്. അത് കേട്ടോ, ആ റോഡിൻ്റെ അടിയിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളി ഏത് പള്ളിയാണെന്നൊന്നും അറിയത്തില്ല, എന്നാലും അതിൻ്റെ താഴെ സിമിട്രി ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്കൂളിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഫുള്ള് കൃഷിപ്പാടങ്ങളാണ്. വെളുത്തുള്ളിയും കിഴങ്ങും ക്യാരറ്റും ബീട്രൂട്ടും അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ്. ആ മലയല്ലേ എന്നെ തിക്കാൻ നോക്കി, അതെല്ലാം പൈൻ ഫോറസ്റ്റ് ആണ് കേട്ടോ, സോറി യൂക്കാലി പ്ലാന്റേഷനാണ് അതെല്ലാം. അങ്ങനെ എല്ലപ്പെട്ടി ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. മനോഹരമായിരിക്കുന്ന ഒരു ഗ്രാമം അല്ലേ. ശരിക്കും ഇവിടെ ഒരു ചെറിയൊരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഈ ഗ്രാമത്തിൽ മനോഹരമായിരിക്കുന്ന ഒരു പള്ളിയുണ്ട് കേട്ടോ. പക്ഷേ ഫുള്ള് തേയിലക്കാടാണ്. പക്ഷേ ഇപ്പം തേയില എല്ലാം കവാത്തി ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. നമുക്ക് എന്താണെങ്കിലും ഈ പള്ളിയുടെ ഒരു കാഴ്ച ഒന്ന് കാണണ്ടേ. സെൻറ്റ് തെരേസാസ് റോമൻ കാത്തലിക് ചർച്ച് എല്ലപ്പെട്ടി. അങ്ങനെ കൂട്ടുകാരെ, എല്ലപ്പെട്ടി എന്ന് പറയുന്ന മാസ്മരിക മാജിക് ലാൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ മനോഹരമായ ഒരു പള്ളിയുടെ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. സെൻറ്റ് തെരേസാസ് കാത്തലിക് ചർച്ച് എന്നാണ് ആ പള്ളിയുടെ പേര് കേട്ടോ. ശരിക്കും റോഡിൻ്റെ അടിഭാഗത്തുള്ള ഈ ഒരു പള്ളിയുടെ കാഴ്ച അടിപൊളി തന്നെയാണ്. അവിടെ നിന്നാൽ നമുക്ക് ഈ എല്ലപ്പെട്ടി ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എൻ്റെ പോലെ ഒരു അസാധ്യമായ ഒരു കാഴ്ച. ശരിക്കും മലനിരകളുടെ ഏറ്റവും അടിവാരത്ത് താഴ്വാരത്ത് ലയങ്ങളാണ്. ഏലക്കാടിനുള്ളിൽ ജോലിയെടുക്കുന്ന ആളുകളുടെ പാവപ്പെട്ട ലയങ്ങളാണ് നമുക്ക് അവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാലും ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലയങ്ങളിൽ ഒക്കെ ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ ഒരു ചെറിയ കുറച്ച് കടകളൊക്കെ ഉള്ള ഒരു ചെറിയ ഗ്രാമമുണ്ട്. അതിലൂടെയാണ് ബസ് സർവീസ് ഉള്ളത്. നിങ്ങൾക്ക് ഈ വിഷ്വൽ കാണുമ്പോൾ തന്നെ അറിയാം വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന വഴികൾ. എന്നാണെങ്കിലും ആ പള്ളിയുടെ കാഴ്ച അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിലുള്ള മലനിരകളൊക്കെ എത്ര ഭംഗിയാണ് അല്ലേ. നമ്മൾ വട്ടവടയിലൊക്കെ ചെല്ലുന്ന അല്ലെങ്കിൽ കാന്തല്ലൂരൊക്കെ ചെല്ലുന്ന പോലെ തന്നെ ഈ ഗ്രാമത്തിലേക്ക് കടന്നു വരുമ്പോഴും ധാരാളം പച്ചക്കറി കൃഷികളുടെ ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പം നമ്മൾ ആ പള്ളിയുടെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറേ തേയിലക്കാടുകൾ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. പക്ഷേ വേറെ കേസുണ്ട്, ഇപ്പം നിലവിൽ കുറേ ഭാഗങ്ങൾ തേയില ഇങ്ങനെ കവാത്ത് ചെയ്തിട്ടേക്കാണ് കേട്ടോ. ഈ വഴി എല്ലപ്പെട്ടി ബംഗ്ലാവിലേക്ക് പോകുന്നതാണ്. തേയില മാനേജർമാരൊക്കെ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ്. അങ്ങനെയാണ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറയേണ്ടത്. അപ്പം നമുക്ക് ഈ റോഡിൻ്റെ 2 സൈഡ് നമുക്ക് തേയിലക്കാടിൻ്റെ മനോഹരമായ ഒരു കാഴ്ചയാണ്. പക്ഷേ ഇപ്പം നിലവിൽ കവാത്ത് ചെയ്തിട്ടേക്കാണ്. അപ്പം നമുക്ക് മഴക്കാലത്ത് ഒരു ദിവസം കൂടെ ഇവിടെ വരേണ്ടി വരും. കവാത്ത് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ മാജിക് ലാൻഡ് എന്ന്. സത്യത്തിൽ ഇതൊരു മാജിക് ലാൻഡ് തന്നെയല്ലേ. എന്തൊരു ഭംഗിയാണ്. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കോടമഞ്ഞൊക്കെ ഒഴുകി നടക്കുന്ന ഒരു സ്ഥലമാണ് എല്ലപ്പെട്ടി എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ ഒരു കുപ്രസിദ്ധിയോടുകൂടിയാണ് ഈ ഗ്രാമം വെളിയിലേക്ക് വന്നെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളാണ് എല്ലപ്പെട്ടി ഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടോപ്പ് സ്റ്റേഷനും പാമ്പാടും ചോലയും അതുപോലെ വട്ടവടയൊക്കെ പോകുന്നവർ എല്ലപ്പെട്ടി ഗ്രാമത്തിലൂടെയാണ് യാത്ര ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കട കാണുന്നുണ്ട്. അവിടെ നിർത്തി ഒരു ചായയൊക്കെ കുടിക്കണം. എന്നിട്ട് എല്ലപ്പെട്ടി ഗ്രാമത്തിൻ്റെ മറ്റ് കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. ഞാനങ്ങനെ എല്ലപ്പെട്ടി ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ദൂരം ഒന്ന് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് കേട്ടോ. എൻ്റെ ഫോണിൻ്റെ അസാധ്യമായ കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ശരിക്കും ഈ മൂന്നാറൊക്കെ കിടന്ന് എന്തിനാണ് ഈ ആളുകൾ ഇടി ഉണ്ടാക്കണതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാനിന്ന് കടന്നു വന്ന വഴികളിൽ ശരിക്കും മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞാൽ പിന്നെ വഴി ഫ്രീ ആണ്, അടിപൊളിയായിട്ട് ഫ്രീ ആണ്. നിങ്ങൾക്ക് വഴി സൈഡിൽ വാഹനം നിർത്തിയിട്ട് ഒരുപാട് കാഴ്ചകൾ ആസ്വദിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇത് നോക്കിയേ എൻ്റെ ബൈക്കിൽ എല്ലപ്പെട്ടി. ആദ്യം കണ്ട ആ ഗ്രാമത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഇതാണ് കേട്ടോ. എൻ്റെ പൊന്നെ എന്തൊരു രസമെന്ന് നോക്കിയേ. ഇതിൻ്റെ തൊട്ട് താഴെയും കുറച്ച് ലയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാണും ഫുള്ള് ലയങ്ങളാണ്. അതിൻ്റെ ഏറ്റവും താഴ്വാരത്ത് നല്ല പാടങ്ങൾ, കൃഷിപ്പാടങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ.
അപ്പോൾ കൂട്ടുകാരെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എല്ലപ്പെട്ടി ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ? അപ്പോൾ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റാഗ്രാമൊക്കെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.